നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ തിങ്കളാഴ്ച ഫലം വന്നതിന് ശേഷം ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കാം. ശശി തരൂർ എംപിയുടെ നിലപാടിനെ സംബന്ധിച്ച് വ്യക്തത വരുമെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ നിന്നും കോൺഗ്രസിനെ തള്ളുകയും BJP പുകഴ്ത്തുകയും ചെയ്യുന്ന നിലപാടിന് അന്ത്യം കുറിക്കുകയുമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. രണ്ടിൽ ഒന്ന് ഉടനറിയാം. കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ പോലും കോൺഗ്രസിനെ മുഷിപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ശശി തരൂരിന്റെ അടുത്തിടെ ഉണ്ടായ പല പ്രസ്താവനകളും പ്രവർത്തനങ്ങളും എന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ദിവസം തരൂർ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ. വയനാട് എംപിയും കോൺഗ്രസിലെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ എല്ലാ തലങ്ങളിലുമുള്ള നേതാക്കൾ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി നിരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തലസ്ഥാനത്ത് നിന്നുമുള്ള MP തരൂരിന്റെ അഭാവം വലിയ ചർച്ചയായിരുന്നു. തരൂർ നിലമ്പൂരിൽ എത്താത്തതിന് കാരണമായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് വിദേശയാത്ര ആയതുകൊണ്ട് തരൂരിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല എന്നതായിരുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ നിലമ്പൂരിലേക്ക് തന്നെ ക്ഷണിച്ചില്ല എന്നും ഒരു മിസ് കോൾ പോലും ലഭിച്ചില്ല എന്നുമായിരുന്നു തരൂരിന്റെ പ്രതികരണം. തരൂരിന്റെ പരാമർശം വന്നതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ താരപ്രചാരകരുടെ പട്ടിക പുറത്തുവിട്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിരോധം തീർത്തത്. പട്ടിക പ്രകാരം 8ാം സ്ഥാനത്താണ് തരൂരിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ കെട്ടടങ്ങാത്ത രാഷ്ട്രീയ ചർച്ചയായി മാറുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ഉൾപ്പെടെ തരൂർ എടുത്ത നിലപാടുകളെ മുൻനിർത്തി AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കാണാൻ തരൂർ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ നിലമ്പൂരിൽ തരൂരിന്റെ പ്രസ്താവന അവഗണിക്കുവാനാണ് KPCCയുടെ തീരുമാനം. തരൂരിൽ തട്ടി പാർട്ടിയിലെ അനൈക്യത്തെ ചർച്ചയാക്കേണ്ട എന്ന നിലപാടാണ് തൽക്കാലം കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തരൂർ വിഷയത്തിൽ പരസ്യ പ്രസ്താവന വേണ്ട എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് നേതൃത്വത്തിലുള്ള അതൃപ്തി തരൂർ പണ്ടേ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കേരളത്തിലെയും ദേശീയ കോൺഗ്രസിലെയും നേതാക്കൾക്ക് മികച്ച നേതൃത്വ പാഠവുമില്ല എന്ന തരൂരിന്റെ കണ്ടെത്തൽ വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം കേന്ദ്ര നേതൃത്വത്തോടുള്ള തരൂരിന്റെ അനുകൂലമായിട്ടുള്ള പരസ്യ നിലപാടുകൾ BJPയിലേക്ക് ചേക്കാറേക്കുള്ള സാധ്യതകൾ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസ് ഇനിയും അഴിച്ചുപണിക്ക് മുതിർന്നില്ല എങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പ്രതിപക്ഷ സ്ഥാനം അലങ്കരിക്കേണ്ടി വരുമെന്ന ശശി തരൂരിന്റെ മുന്നറിയിപ്പും അതിന് ഉദാഹരണമായിട്ടാണ് വിലയിരുത്തുന്നത്. നിലവിലെ വിവാദങ്ങളും അതിനോടുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണങ്ങളും കൂട്ടി വായിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്നും പടിയിറങ്ങി മോദി അനുകൂലിയായ തരൂർ BJPയിലേക്ക് ചേക്കേറുമോ എന്ന ചോദ്യം ദിവസം ചെല്ലുന്തോറും കൂടുതൽ കരുത്താർജിക്കുകയാണ്. എന്തായാലും കോലാഹലങ്ങൾ കെട്ടടങ്ങും മുൻപ് തന്നെ തരൂർ വീണ്ടും വിദേശ പര്യടനത്തിന് ഒരുങ്ങുകയാണ്. വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷൻ എന്ന നിലയിൽ UK, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് 2 ആഴ്ചയോളം നീളുന്ന യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നയതന്ത്രതല കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ളവ യാത്രയുടെ ഭാഗമാണെങ്കിലും യാത്രയ്ക്കായുള്ള അനുമതി കോൺഗ്രസ് നേതൃത്വത്തോട് തേടിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. പറയാനുള്ളത് പറഞ്ഞു, ഇനി ഇഷ്ടം പോലെ ചെയ്യൂ എന്ന രീതിയിൽ തരൂരിന് നേരെ വാതിൽ അടയ്ക്കുകയാണ് കോൺഗ്രസ്. BJP ആകട്ടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്നും അടർത്തി മാറ്റി സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവന്നാൽ അത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. ശശി തരൂർ കാലങ്ങളായി ദേശീയതയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന നേതാവാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയും ഇതുമായി ചേർത്ത് വായിക്കാവുന്നതാണ്.